നമസ്കാരം. ബി ഹാപ്പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒരു കോഫി പൗഡർ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് സ്കിന്നിന് വളരെ നല്ല ഒരു ക്രീമാണ്. സ്കിന്നിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇത് യൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. അതുപോലെ തന്നെ റോസ് വാട്ടർ വേണം. പിന്നെ വേണ്ടത് ആൽമണ്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ ഇല്ലാത്തവർക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഗ്ലിസറിൻ, അതുപോലെ തന്നെ ആലോവേര ജെൽ. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക. ഞാൻ ഇന്ന് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ റോസ് വാട്ടർ എടുക്കുക. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു കോഫിയുടെ കട്ട കെട്ടാതെ നമ്മൾ നല്ല സ്മൂത്തായിട്ട് റോസ് വാട്ടർ വെച്ച് കോഫി പൗഡർ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ഗ്ലിസറിനൊക്കെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ഒക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ എടുക്കാം. ഇപ്പോൾ ആൽമണ്ട് ഓയിൽ കയ്യിലില്ലാത്തവർക്ക് ഒലീവ് ഓയിലോ, ഇത് രണ്ടും കയ്യിലില്ലാത്തവർക്ക് നമുക്ക് സാധാരണ കോക്കനട്ട് ഓയിലോ ഒക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ അലോവേര ജെല്ല് ആഡ് ചെയ്യുക. ഹോംലി ആയിട്ടുള്ള ഫ്രഷ് അലോവേരയുടെ ജെല്ലാണ് കൂടുതലും നല്ലത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ഇത് മാറും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് കിട്ടിയില്ല, നമുക്ക് കുറച്ചും കൂടെ കോഫി പൗഡർ ആഡ് ചെയ്ത് ഇതുപോലെ നമുക്ക് എത്ര ക്രീമി ആയിട്ടാണോ ആവശ്യം അത്രയും ക്രീമി ആയിട്ടുള്ളൊരു ഇതിലേക്ക് എത്തിക്കാം നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് ഇതെങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം. ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് അടച്ചു വെക്കാം. ഇത് ഏകദേശം ഒരു 15 തൊട്ട് 20 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് ഇതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് റൗണ്ടിൽ മസാജ് ചെയ്ത് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇത് ഫേസിൽ മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് ആയിട്ടുള്ള, അതായത് ചിലരുടെ കൈമുട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ ടിപ്സ് ഒക്കെ ചിലപ്പോൾ ഡാർക്ക് കളറിലായിരിക്കും. അവിടെയൊക്കെ നമ്മളിത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ദിവസം 2 തവണ ഇത് യൂസ് ചെയ്യാം. രാവിലെയും അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.